കൊൽക്കത്തയുടെ ആകാശം തെളിഞ്ഞു കിടപ്പുണ്ട്. 26 മുതൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അന്തരീക്ഷത്തിലെ താപനില. മഴയ്ക്കുള്ള സാധ്യതകൾ ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ തോൽവിക്ക് ശേഷം കൂട്ടിയും കിഴിച്ചും കണക്കുകളും നോക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യൻ ആരാധകർ. എന്നാൽ വിൻഡീസ് പ്രോട്ടിയാസിന് മുന്നിൽ തകർന്നടിഞ്ഞതോടെ പ്രതീക്ഷയുടെ ആകാശം തെളിഞ്ഞു. സിംബാബ്വേക്കെതിരായ വിജയത്തിന് ശേഷം ആത്മവിശ്വാസമേറി. ഇനി വിൻഡീസിനെതിരെ കളി നടന്നാൽ മാത്രം മതി, അതുമാത്രം മതി. ഇനി കാലാവസ്ഥാ പ്രവചനങ്ങളെയൊക്കെ മറികടന്ന് മഴ പെയ്താലോ? നിർഭാഗ്യം നൽകുന്ന മടക്ക ടിക്കറ്റും കൊണ്ട് വീട്ടിലേക്ക് വണ്ടി കയറാം. അത് സംഭവിക്കില്ലെന്ന് വിശ്വസിക്കാം. അപ്പോൾ നാളെ ഈഡൻ ഗാർഡൻസിൽ മരണപ്പോര്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പടിയിറക്കം പ്രഖ്യാപിച്ച സമയത്ത് മുൻ വിൻഡീസ് താരം ആൻഡ്രെ റസലിന് മുന്നിലൊരു ചോദ്യമെത്തി. കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ ഇന്നിങ്സ് ഏതാണ്? 2016 T20 ലോകകപ്പ് സെമിയിലെ ഇന്ത്യക്കെതിരായ ഇന്നിങ്സ് എന്നാണ് റസൽ മറുപടി നൽകിയത്. വാങ്കഡയിലായിരുന്നു അന്ന് ആ സെമിക്ക് അരങ്ങൊരുങ്ങിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഡാരൻ സമിയുടെ സംഘം അവസാന ഓവറിൽ ആവേശ ജയം കുറിച്ചു. ഒരു ഘട്ടത്തിൽ 41 പന്തിൽ 77 റൺസ് വേണമായിരുന്നു വിൻഡീസിന്. അഞ്ചാമനായി ഇറങ്ങിയ റസൽ ലെൻഡൽ സിമൺസിനൊപ്പം എരിഞ്ഞുകത്തി. അവസാന ഓവർ എറിയാനെത്തിയ വിരാട് കോഹ്ലിയെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഗാലറിയിൽ എത്തിച്ച് ഇന്ത്യക്ക് ടൂർണമെൻറ്റിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു റസൽ. പുറത്താവാതെ 82 റൺസ് അടിച്ചെടുത്ത സിമൺസ് ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. 4ാം വിക്കറ്റിൽ സിമൺസും റസലും ചേർന്ന് പടുത്തുയർത്തിയ 80 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ആ വിജയത്തിൽ ഏറെ നിർണായകമായി. അതിനേക്കാൾ വലിയൊരു ലാസ്റ്റ് ഓവർ ത്രില്ലറിൽ ആ വിശ്വകിരീടം വിൻഡീസ് കരീബിയൻ മണ്ണിലേക്ക് എത്തിക്കുന്നുണ്ട്. റിമെമ്പർ ദ നെയിം കാർലോസ് ബ്രാത്ത്വൈറ്റ്. ഈഡൻ ഗാർഡൻ സാക്ഷിയായ ഏറ്റവും വലിയ ത്രില്ലറുകളിൽ ഒന്ന്. അവസാന ഓവർ എറിയാൻ ബെൻ സ്റ്റോക്സ് എത്തുമ്പോൾ വിൻഡീസിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 19 റൺസ്. സ്റ്റോക്സിന്റെ ആദ്യ 4 പന്തുകളെയും നിലം തൊടാതെ ഗാലറിയിൽ എത്തിച്ച് ബ്രാത്ത്വൈറ്റ് ഈഡൻ ഗാർഡനെ ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ചു. വിൻഡീസ് തങ്ങളുടെ 2ാം വിശ്വകിരീടത്തിൽ മുത്തമിട്ടു. അതിനുശേഷം കൃത്യം 1 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇക്കുറി സെമിയിലല്ല, സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കാനാണ് ഇന്ത്യ വിൻഡീസിന് മുന്നിലെത്തുന്നത്. 2016 ശേഷം ഇതാദ്യമായാണ് വിൻഡീസും ഇന്ത്യയും കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വവേദിയിൽ നേർക്കുനേർ വരുന്നത്. അതായത് 2016 ആ വലിയ കണക്ക് ഇന്ത്യക്ക് മുന്നിൽ തീർക്കാൻ ബാക്കി കിടപ്പുള്ളത്. അത് മാത്രമല്ല, കണക്കുകൾ വേറെയുമുണ്ട്. T20 ലോകകപ്പിൽ 4 തവണയാണ് ഇതിനു മുമ്പ് ഇന്ത്യയും വിൻഡീസും ഏറ്റുമുട്ടിയത്. അതിൽ 3 തവണയും വിജയം കരീബിയൻ സംഘത്തിനൊപ്പമായിരുന്നു. ഇനി മറ്റൊരു കണക്ക് പറയാം. ലോകകപ്പുകളിൽ വിൻഡീസിന്റെ ഭാഗ്യവേദിയാണ് ഈഡൻ ഗാർഡൻസ്. ആകെ 3 മത്സരങ്ങളാണ് T20 ലോകകപ്പുകളിൽ അവർ അവിടെ കളിച്ചത്. അതിൽ 3ലും ജയം കുറിച്ചു. 2016 ലോകകിരീടം ചൂടിയതും ഇതേ മണ്ണിൽ വെച്ചാണ്. ഗ്രൂപ്പ് റൗണ്ടിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് വിൻഡീസും ഇന്ത്യയും ഇക്കുറി സൂപ്പർ 8ൽ പ്രവേശിച്ചത്. സൂപ്പർ 8ൽ ഇരുവരും വീണത് പ്രോട്ടിയാസിന് മുന്നിൽ, ഇരുവരും വീഴ്ത്തിയത് സിംബാബ്വെ. ബോളിംഗിൽ ചിലയിടത്ത് പാളിപ്പോയതൊടിച്ചാൽ ഇന്ത്യൻ ആരാധകർക്ക് ഏറെ സംതൃപ്തി നൽകിയൊരു വിജയമായിരുന്നു ചെപ്പോക്കിലേത്. ഗൗതം ഗംഭീർ വൈകിയാണെങ്കിലും ആ കോമ്പിനേഷൻ കണ്ടെത്തിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ ഓഫ് സ്പിൻ കണിയൊരുക്കി ഇന്ത്യയെ കുഞ്ഞൻ ടീമുകൾ വരെ കറക്കി വീഴ്ത്തിയ ഒരു ലോകകപ്പിൽ സൂര്യകുമാർ യാദവിന്റെ റൈഫിൾ ക്ലബ്ബ് എക്സ്പോസ്ഡ് ആയെന്ന് സകലരും വിലയിരുത്തി. എന്നാൽ കൃത്യസമയത്ത് ഓപ്പണിംഗ് സ്ലോട്ടിൽ സഞ്ജുവിനെ തിരികെ കൊണ്ടുവന്ന് ഗംഭീർ കളം തിരിച്ചു പിടിച്ചു. T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് സിംബാബ്വെക്കെതിരെ ചെപ്പോക്കിൽ പറഞ്ഞത്. പവർ പ്ലേ മുതൽ അവസാന ഓവർ വരെ ഇന്ത്യൻ ബാറ്റർമാർ എരിഞ്ഞു കത്തി. വന്നവരും പോയവരുമൊക്കെ സിംബാബ്വെയെ കണക്കിന് പ്രഹരിച്ചു. മറുപടിയിൽ ശിവൻ ദൂബെയുടെ ആ 2 ഓവറുകൾ തലവേദനയായി കിടന്നു. ഒപ്പം കഴിഞ്ഞ 2 മത്സരങ്ങളിലും റൺസ് വിട്ടുകൊടുക്കാൻ ഒരു പിശുക്കും കാണിക്കാത്ത വരുൺ ചക്രവർത്തി. ഇന്ത്യക്കെതിരെ റോസ്റ്റൻ ചേസ് കളത്തിലിറങ്ങുമോ എന്ന് അടുത്തിടെ മാധ്യമപ്രവർത്തകർ ഷായ് ഹോപ്പിനോട് ചോദ്യമുന്നയിച്ചപ്പോൾ സ്റ്റേ ട്യൂൺഡ് എന്നാണ് ഹോപ്പ് അന്ന് മറുപടി നൽകിയത്. ഓപ്പണിംഗിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വന്നെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിച്ചിന്റെ ഇരുവശത്തും ലെഫ്റ്റ് ഹാൻഡർമാരാകാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ ഇപ്പോഴും 5 പേർ ഇടങ്കയ്യന്മാരാണ്. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ സഞ്ജു പുറത്തായപ്പോൾ 1 ഡൗണായി ഇഷാൻ കിഷൻ ക്രീസിലെത്തുന്നു. സിക്കന്ദർ റാസിയും ബെന്നറ്റുമാണ് അടുത്ത 5 ഓവറുകൾ മാറി മാറി എറിഞ്ഞത്. അതിൽ 2 ഓവറുകളിൽ ഇന്ത്യക്ക് ഒറ്റ ബൗണ്ടറി പോലും നേടാനായിട്ടില്ല എന്നോർക്കണം. സോ റോസ്റ്റൻ ചേസ് നാളെ ഷായ് ഹോപ്പിന്റെ സുപ്രധാന വെപ്പണുകളിൽ ഒന്നായിരിക്കും. പ്രോട്ടിയാസിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും വിൻഡീസിനെ ഭയന്നേ തീരൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപിടി റീസണുകൾ ആ മത്സരം അവശേഷിപ്പിക്കുന്നുണ്ട്. 10ാം ഓവറിൽ 83-7 എന്ന നിലയിലായിരുന്നു വിൻഡീസ്. ഒരു ഘട്ടത്തിൽ 3 അക്കം കടക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്ന വിൻഡീസ് 20 ഓവർ അവസാനിക്കുമ്പോൾ 176 റൺസ് സ്കോർ ബോർഡിൽ ചേർത്തിരുന്നു. സിമ്രോൺ ഹെറ്റ്മെയറും ഷായ് ഹോപ്പും റുദർഫോർഡും ഒക്കെ പരാജയപ്പെട്ടടുത്ത് അന്ന് റൊമാരിയോ ഷെഫേർഡും ജേസൺ ഹോൾഡറുമാണ്
ടീമിൻ്റെ ബാറ്റൺ കയ്യിലെത്തിയത്. 8ാം വിക്കറ്റിൽ ഇരുവരും ചേർന്നുണ്ടാക്കിയത് 89 റൺസിന്റെ പാർട്ട്ണർഷിപ്പ്. അതായത് വിൻഡീസ് നിരയിലെ 9ാമൻ വരെ ബാറ്ററാണെന്ന്. വിൻഡീസിന്റെ ഡീപ്പ് ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഹർഷദീപ് സിംഗ് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. നിർണായക ഘട്ടത്തിൽ കളിതിരിക്കാൻ ശേഷിയുള്ള നിരവധി പേർ ആ സംഘത്തിലുണ്ടെന്നത് ഇന്ത്യയെ ഇരുത്തി ചിന്തിപ്പിക്കും. റൺവേട്ടക്കാരിൽ ആദ്യ 5-ലുണ്ട് ഷിംറോൺ ഹെറ്റ്മെയർ. ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചതും ഹെറ്റ്മെയർ തന്നെ. ടൂർണമെന്റിൽ ഇതുവരെ 10 വിക്കറ്റുകൾ പോക്കറ്റിലാക്കി കഴിഞ്ഞ ഗുഡകേഷ് മൂട്ടിയുടേതടക്കം പല പേരുകളും മാർക്ക് ചെയ്ത് വെക്കണം. മലയാളി താരം സഞ്ജു സാംസൺ നൽകുന്ന തുടക്കങ്ങൾ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ഒരേ പിഴവുകൾ ആവർത്തിക്കുന്ന സഞ്ജു ഒരല്പം കൂടെ കരുതലോടെ കളിക്കണമെന്ന് സുനിൽ ഗവാസ്കർ അടക്കമുള്ളവർ ഉപദേശിക്കുന്നുണ്ട്. ഡീപ് സ്ക്വയർ ലെഗിൽ ഒരു ഫീൽഡറെ ഒരുക്കി നിർത്തുക, എന്നിട്ട് ഷോർട്ട് ബോളുകൾ എറിയുക. സഞ്ജുവിനെ വീഴ്ത്താൻ എല്ലാ ടീമുകളും പയറ്റുന്ന തന്ത്രം ഇതാണെന്നും സഞ്ജു അതിന് കൃത്യമായി തലവെച്ച് കൊടുക്കാറുണ്ടെന്നും ഗവാസ്കർ പറയുന്നു. ലെഗ് സൈഡിലേക്ക് നീങ്ങി 3 സ്റ്റമ്പുകളും തുറന്നു കാട്ടുന്നത് സഞ്ജു ആവർത്തിക്കുന്നുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരം ബദ്രിനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ പിഴവുകളൊക്കെ പരിഹരിച്ച് ഒരു 50+ സ്കോർ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാകും. തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും ഫോം വീണ്ടെടുത്തത് ആരാധകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ജസ്പ്രീത് ബുംറയും ഹർഷദീപും ഹർദിക്കും വരുണുമൊക്കെ തങ്ങളുടേതായ ദിവസങ്ങളിൽ പന്തുകൊണ്ട് കളന്നിറങ്ങുന്നവരാണ്. പ്രവചനങ്ങൾ അസാധ്യമാണെങ്കിലും കടലാസിൽ ഇന്ത്യക്കാണ് മേൽക്കൈ. കളത്തിലും അതുതന്നെ സംഭവിക്കട്ടെ. സ്കൈയും സംഘവും ആ കണക്കുകളൊക്കെ തീർക്കുമോ? കാത്തിരുന്നു കാരണം.